എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1981 മാർച്ച് 6 നോർത്ത് ജർമ്മനിയിലെ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ വരാന്തയിലൂടെ ഒരു സ്ത്രീ താൻ ധരിച്ചിരുന്ന കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ കൈയിട്ടുകൊണ്ട് നടന്നു പോകുന്നു. കോടതിയിൽ മുറിയിൽ പ്രവേശിച്ച ഈ സ്ത്രീ തൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത 22 കാലിബർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് 7 തവണ നിറയൊഴിക്കുന്നു. വെടിയേറ്റ് തൻ്റെ മുമ്പിലിരുന്ന ആ പ്രതി തൽക്ഷണം തന്നെ മരിക്കുന്നു. കോടതി മുറിയിൽ വെച്ച് കൊലപാതകം ചെയ്ത മാരിയൻ ബാക്ക്മെയർ എന്ന ഈ സ്ത്രീ പിന്നീട് അങ്ങോട്ട് അറിയപ്പെട്ടത് റിവെഞ്ച് മദർ എന്ന പേരിലാണ്. എങ്ങനെയാണ് മാരിയൻ ബാക്ക്മെയർ റിവെഞ്ച് മദർ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നും എന്താണ് മാരിയൻ ബാക്ക്മെയറിൻ്റെ കഥ എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. വർഷം 1950 ജൂൺ 3 ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിലാണ് മാരിയൻ ബാക്ക്മെയർ ജനിക്കുന്നത്. പട്ടാളക്കാരനായ തൻ്റെ പിതാവും വീട്ടുജോലിക്കാരിയായ തൻ്റെ അമ്മയും മാരിയൻ ബാക്ക്മെയറിൻ്റെ ചെറുപ്പത്തിൽ തന്നെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് മാരിയൻ ബാക്ക്മെയറും അമ്മയും നോർത്ത് ജർമ്മനിയിലേക്ക് താമസം മാറുന്നു. കിട്ടിയ ജോലിയെല്ലാം ചെയ്തുകൊണ്ടാണ് മാരിയൻ ബാക്ക്മെയർ നിത്യേനയുള്ള ചിലവിനുള്ള വക കണ്ടെത്തിയിരുന്നത്. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന മാരിയൻ ബാക്ക്മെയറിനെ ഒരു അപരിചിതൻ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അതിലൂടെ മാരിയൻ ബാക്ക്മെയർ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. തൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നതിനാൽ ആ കുട്ടിയെ പരിചരിക്കാൻ സാധ്യമല്ലാതിരുന്ന മാരിയൻ ബാക്ക്മെയർ ആ കുട്ടിയെ ദത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് 2 വർഷത്തോളം മാരിയൻ ബാക്ക്മെയർ ഒരു ബാറിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വെച്ച് പരിചയപ്പെട്ട ബാർ മാനേജറുമായി പ്രണയത്തിലാവുകയും 1972 ഇരുവരും വിവാഹിതരാവുകയും ചെയ്യുന്നു. തൊട്ടടുത്ത വർഷം തന്നെ ഇവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. അന്ന എന്നാണ് അവർ കുട്ടിക്ക് പേരിട്ടത്. 1980 മെയ് 5 അന്നയ്ക്ക് അന്ന് 7 വയസ്സാണ് പ്രായം. പതിവ് പോലെ സ്കൂളിലേക്ക് പോയ കുട്ടി അന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നില്ല. ഇതിൽ പരിഭ്രാന്തയായ മാരിയൻ ബാക്ക്മെയർ സ്കൂളിലേക്ക് വിളിച്ച് കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. എന്നാൽ ആ ദിവസം കുട്ടി സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നാണ് സ്കൂളിൽ നിന്ന് മാരിയൻ ബാക്ക്മെയറിന് വിവരം ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് മാരിയൻ ബാക്ക്മെയർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയി മകളുടെ മിസ്സിങ്ങിനെ കുറിച്ച് പരാതി കൊടുക്കുന്നു. അന്വേഷണം ആരംഭിച്ച പോലീസിനെ അന്ന് യാതൊരു വിവരവും ലഭിക്കുന്നില്ല. അന്ന സ്ഥിരമായി സ്കൂളിലേക്ക് പോകുന്ന വഴിയിലെ ഒരു വീട്ടിലെ സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും തൻ്റെ ഭർത്താവ് ഒരു കുഞ്ഞിനെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വിവരം കൈമാറുന്നു. ഈ വിവരത്തെ അടിസ്ഥാനമാക്കി സ്ത്രീയുടെ വീട്ടിലെത്തുന്ന പോലീസ് ഒരു പെട്ടിയിലാക്കി കുഴിച്ചിട്ട രീതിയിൽ അന്നയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലോസ് ഗ്രബോസ്കി എന്ന അവരുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതിനു മുൻപും സമാനമായ രീതിയിൽ 2 കുട്ടികളെ മൃഗീയമായി കൊലപ്പെടുത്തുകയും തൻ്റെ പ്രത്യേകമായ രോഗാവസ്ഥ ഉന്നയിച്ചുകൊണ്ട് കേസിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലും ഇതേ രോഗാവസ്ഥ ഉന്നയിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യതയുണ്ടെന്ന് വക്കീൽ വഴി അറിയുന്ന മാരിയൻ ബാക്ക്മെയർ ഒരു തോക്ക് സംഘടിപ്പിക്കുകയും തോക്കുമായി കോടതിയിലേക്ക് പ്രവേശിക്കുകയും തൻ്റെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ച് കൊല്ലുകയുമാണ് ചെയ്യുന്നത്. കോടതികളിൽ നിന്ന് നീതി ലഭ്യമാകാതെ വരുമ്പോൾ ജനങ്ങൾ നീതി നടപ്പിലാക്കേണ്ടി വരും എന്ന് ലോകത്തെ ചിന്തിപ്പിച്ച ഒരു കേസായിരുന്നു മാരിയൻ ബാക്ക്മെയറിന്റെ കേസ്. കോടതിയിൽ വെച്ച് നടന്ന ഈ കൊലപാതകത്തിനെ മാരിയൻ ബാക്ക്മെയറിനെ 6 വർഷത്തേക്കാണ് കോടതി ശിക്ഷിക്കുന്നത്. വലിയ രീതിയിൽ വിമർശനം നേരിട്ട കോടതി മാരിയൻ ബാക്ക്മെയറിന്റെ 6 വർഷത്തെ ശിക്ഷ 3 വർഷമാക്കി ചുരുക്കുകയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മാരിയൻ ബാക്ക്മെയർ നൈജീരിയയിലേക്ക് താമസം മാറുകയും 1996 സെപ്റ്റംബർ 16 ക്യാൻസർ മൂലം മരണമടയുകയും ചെയ്തു. തൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ മകളുടെ അതേ കുഴിമാടത്തിൽ തന്നെയാണ് മാരിയൻ ബാക്ക്മെയറെയും അടക്കം ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നിരവധി സിനിമകൾക്കും ഡോക്യുമെൻ്ററികൾക്കും അടിസ്ഥാനമായിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരൻ്റെ അവസാന ആശ്രയമാണ് നീതിന്യായ വ്യവസ്ഥ. എന്നാൽ നീതിന്യായ വ്യവസ്ഥയും കൃത്യമായി നടപ്പാക്കാതെ വന്നാൽ പൗരനെ നീതി നടപ്പാക്കേണ്ടി വരും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് മാരിയൻ ബാക്ക്മെയറിൻ്റെ കേസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.